വേണ്ടമ്മേ, വേണ്ട. എന്റെ സ്വഭാവം അറിയാലോ. ഇതിലെ വീഡിയോ മാമന്റെയും ആദിയുടെയും ഫോണിലേക്ക് അയക്കാൻ എനിക്കൊരു സെക്കൻഡ് മതി. എങ്കി സമയം പാഴാക്കാതെ അയക്കടി. അല്ലെങ്കിൽ വേണ്ട, നീ ആദ്യം അതെനിക്കൊന്ന് കാണിച്ചതാ, ഞാൻ ഒന്നുകൂടെ ഞെട്ടട്ടെ. പരിഹസിക്കണ്ട, കാണിച്ചു തരാൻ ഞാൻ. ഇവളും കൂടി ഒന്ന് കാണട്ടെ. എന്താടി, വെടിക്കെട്ടിന് തൊട്ടു മുമ്പ് മഴ പെയ്ത പോലെ എല്ലാം ചീറ്റിപ്പോയോ? ഇത് ട്രാൻസ്ഫറിനുള്ള അപേക്ഷയല്ലേ? അതെ. എന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റേണ്ടി വരുന്നതിൽ സാർ അനുഭവിക്കുന്ന ടെൻഷൻ ഞാൻ കാണുന്നുണ്ട്. ഞാൻ തന്നെ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടാൽ അതിന്റെ ആവശ്യമില്ലല്ലോ. ജയ, ആ അപേക്ഷയിൽ ഒരു തീരുമാനം എടുക്കണം സാർ. എനിക്ക് പോകാൻ ഒരു വിഷമവുമില്ല. സാറിന് വേണ്ടി സന്തോഷത്തോടെ ഞാൻ പൊയ്ക്കോളാം. മതി. ഈ സാറിനുള്ള വിളി കൂടി ആവുമ്പോ ഞാനും താനൊക്കെ പെട്ടെന്ന് അന്യരായ പോലെ തോന്നുന്നു. പക്ഷേ എനിക്കിപ്പോ നമ്മൾ തമ്മിൽ കൂടുതൽ അടുത്തതുപോലെയാ തോന്നുന്നത്. കുടുംബവും ജീവിതവും ഒക്കെ പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്നവർക്ക് ഏതൊഴുക്കിനൊത്ത് നീങ്ങാം. പക്ഷേ കനകദുർഗയ്ക്കത് പറ്റില്ല. ആദ്യം അതിന് നിനക്ക് വാക്ക് തന്നില്ലേ, നിന്നെ ഇനി ധിക്കരിക്കില്ലെന്ന്. നിന്റെ മകനെ നിനക്ക് വിശ്വാസമില്ലേ? ഇല്ല. കാരണം അവൻ വാക്കിനുറപ്പില്ലാത്തൊരച്ഛന്റെ മകനാ. ദുർഗ. അതെ, എനിക്ക് തന്ന വാക്ക് നിങ്ങളും തെറ്റിച്ചിട്ടില്ലെന്ന് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റും? ഇല്ല. ഭർത്താവും മകനും കാരണം നെഞ്ചില് മുറിവേറ്റവളാ ഞാൻ. അല്പമെങ്കിലും സ്നേഹം നിങ്ങൾക്ക് എന്നോട് ബാക്കിയുണ്ടെങ്കിൽ എന്റെ ആഗ്രഹം സാധിച്ചു തന്ന് ഈ മനസ്സ് തണുപ്പിക്കുക വേണ്ടത്. ശരി, ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. നിന്റെ ആഗ്രഹം പോലെ തന്നെ ജയശീലിന്റെ ട്രാൻസ്ഫർ എത്രയും പെട്ടെന്ന് നടക്കും. മനസ്സുകൊണ്ട് ആദ്യം സ്വീകരിച്ച പുരുഷനെ മരണത്തിൽ എവള് മറക്കൂ. പക്ഷേ പുരുഷന്മാരുടെ മനസ്സ് അങ്ങനെ ആയിരിക്കണമെന്നില്ല. സാഹചര്യങ്ങൾക്കൊത്തു മാറാൻ അവർക്ക് ചിലപ്പോ പറ്റിയേക്കും. ആദി ദുർഗേച്ചിക്ക് വേണ്ടി നമ്മുടെ മോളെ മറക്കുമെന്ന് ഇപ്പൊ എന്റെ പേടി. ഏയ്, അവൻ നമ്മുടെ ചോരയല്ലേ പ്രിയ. അമ്മയുടെ മനസ്സ് മാറും വരെ തുളസിയെ ആദ്യം സ്വീകരിച്ചില്ലെന്ന് വരാം. പക്ഷേ അവളെ എന്നേക്കുമായി മറക്കാൻ അവന് കഴിയില്ല. അത് മതി. തുളസിമോൾക്ക് ജീവിതകാലം മുഴുവൻ നിരാശപ്പെട്ട് കഴിയേണ്ട അവസ്ഥ ഉണ്ടാവാതിരുന്നാ മതി. എത്ര കാത്തിരിക്കേണ്ടി വന്നാലും അവസാനം ആദ്യം തുളസിയെ ഒന്നായാൽ മതി. എന്നെങ്കിലും ഒരിക്കൽ ദുർഗേച്ചിയുടെ മനസ്സ് മാറാതിരിക്കില്ലല്ലോ. മാറിയില്ലെങ്കിൽ നമ്മുടെ മകൾക്ക് വേണ്ടി, അല്ല, അവളുടെ മകൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ അവസാന ആയുധം പുറത്തെടുക്കും. അവസാന ആയുധോ? അതെ, തുളസിമോൾ ദുർഗേച്ചി പ്രസവിച്ച മകളാണെന്നുള്ള സത്യം. എന്റെ അനിയത്തിയും ഭർത്താവും നിന്നോട് എന്ത് ദ്രോഹ ചെയ്തു? ഒരേ നാളിലും ദിവസത്തിലും ജനിച്ച് ഒരു കുടുംബത്തിൽ വളർന്ന അവരുടെ മകളും നമ്മുടെ മകനും സൗഹൃദത്തിലായത് ഇത്ര വലിയ പാതകമാണ്. സൗഹൃദം എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കണ്ട. ഒരേ നക്ഷത്രത്തിലും ദിവസത്തിലും ജനിച്ച കൂടപ്പിറപ്പുകൾ എന്ന് നിങ്ങൾ എന്താ പറയാത്തത്? അങ്ങനെ പറഞ്ഞ അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? നോക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ കുടുംബത്തെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ മാത്രമാണ്. കണ്ണാടി നോക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചെയ്തത് ചെയ്തു. ഇനി നീ ഇങ്ങനൊരു സഹായമായി വന്നേക്കല്ലേ. ഓ,
ആ ശ്വേത, ഇല്ലടി ഇറങ്ങിയിട്ടില്ല. സമയാവുന്നല്ലേ ഉള്ളൂ. ആ ശരി ശരി, 10 മണിക്ക് തന്നെ ഞാൻ ഇറങ്ങാം. ശരി, ഓക്കെ. നീ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യാം. അവൾ ഒരിക്കലും അമ്മയുടെ മരുമകളാവില്ല. ദൈവം ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഞാൻ അവളെ അമ്മയുടെ മരുമകളാക്കില്ല. വേണ്ട, തുളസിയെ ഞാൻ സഹായിച്ചെന്ന് അമ്മ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അത് വീണ്ടും വലിയ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ എന്റെ അമ്മയോട് എനിക്ക് സ്നേഹവും ഭയവുമായിരുന്നു. ഇപ്പൊ പേടിയില്ലേ മോന്? നമുക്കൊരാളെ അതിരില്ലാതെ സ്നേഹിക്കാം, അത് മനസ്സിന്റെ വിശാലതയാ. പക്ഷേ നമ്മളൊരാൾ അതിരില്ലാതെ ഭയക്കുന്നത് അത് ഭീരുത്വമല്ലേ ആന്റി? അത് മനസ്സിന്റെ ഒളിച്ചോട്ടമല്ലേ? അതിരുകളില്ലാതെ സ്നേഹിക്കാൻ ആന്റി എനിക്കിപ്പോ ഇഷ്ടം. അതിന്റെ പേരില് ഇനിയിപ്പോ എന്തു വന്നാലും അത് ഞാൻ സഹിക്കാൻ തയ്യാറാണ്. കഷ്ടകാലം, സ്കൂട്ടർ സ്കിഡ് ചെയ്ത് ഞാൻ അങ്ങ് വീണു. അയ്യോ, എന്നിട്ട് വല്ലതും പറ്റിയ മോളെ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല, പക്ഷെ എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റിയില്ല. നീ വീണത് ആദ്യം കണ്ടു കാണില്ല അല്ലേ? പിന്നെ കാണാതെ അവൻ വണ്ടി നിർത്തുകയും ചെയ്തു. എന്നിട്ടെന്താ, ആ പപ്പു സാക്ഷാൽ ദുർഗയെ ഓർത്ത് കാണും. അവന്റെ അമ്മ അമ്മ എന്നെ വഴി കാത്തു നിപ്പുണ്ട്, എന്നെ ഒന്ന് കൈപിടിച്ച് എഴുന്നേപ്പിക്കടാന്ന് ഞാൻ പറഞ്ഞിട്ടും അവൻ വണ്ടി വിട്ടുപോയി. അപ്പൊ തുളസിയെ സഹായിക്കാൻ പറ്റാത്തതിന്റെ പ്രായശ്ചിത്തമായിരിക്കും ആദ്യം എന്നെ സഹായിച്ചുകൊണ്ട് ചെയ്തത്. പൂമുഖവാതിൽക്കൽ സ്നേഹത്തോടെ കാത്തു നിൽക്കുന്ന ഭാര്യയെ കാണുന്നത് തന്നെ ഒരു സുഖമല്ലേ? കൊഞ്ചിലധികം വേണ്ട, മോളകത്തുണ്ട്. അതെ, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ നിന്നതാ. ഞാനിന്നേ ആദിമോന്റെ കൂടെ കാറിൽ യാത്ര ചെയ്തു.
അവൻ ഇത്രയും പെട്ടെന്ന് അവന്റെ അമ്മയുടെ ഭീഷണിയൊക്കെ മറന്നോ? ദുർഗേച്ചി അവനെ എങ്ങനെയൊക്കെ തടഞ്ഞു വെച്ചാലും രക്തബന്ധത്തോടുള്ള ചായ്വ് മാറോ ജയേട്ടാ? അതുകൊണ്ടല്ലേ എന്നെ വഴി കണ്ടപ്പോ ബാക്കി എല്ലാം മറന്ന് എന്റെ മോൻ എന്നെ കാറി കയറ്റി ഇവിടെ കൊണ്ടുവന്നത്. നീ ഇത് തുളസിമോളോട് പറഞ്ഞില്ലേ? അവൾക്കിത് കേൾക്കുമ്പോ വലിയ സന്തോഷമാവുമല്ലോ. ഇല്ല, ഞാൻ അവളോട് ഇത് പറഞ്ഞില്ല. അവള് ആദ്യമായി വലിയ പ്രശ്നത്തിലായിരിക്കെ. അവനെ നന്ദി കേട്ടവനൊന്ന് വരെ വിളിച്ചു. അതെന്ത് പറ്റി? അവര് വീണ്ടും വഴക്കുണ്ടാക്കിയോ? ആ, കുറച്ചൊക്കെ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാന്ന് ഞാൻ പറയും. തുളസിയുടെ സ്കൂട്ടറാണല്ലോ. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. തുളസി പ്ലീസ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണ ഒരു കൈ സഹായം ചോദിച്ചപ്പോ നീ നിന്റെ അമ്മയെ പേടിച്ച് തിരിഞ്ഞു നടന്നില്ലേ? ഇപ്പൊ എന്നെ തടഞ്ഞു നിർത്തി സംസാരിക്കുമ്പോ നിനക്ക് നിന്റെ അമ്മയെ പേടിയില്ലേ? പേടിയുണ്ട്, പക്ഷെ എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. ഇഷ്ടം കാണിക്കേണ്ടതേ ഇങ്ങനെ വഴി തടഞ്ഞു നിർത്തിയല്ല, വഴിയിൽ വീണെടുക്കുമ്പോ സഹായിച്ച. സോറി തുളസി, അപ്പോഴത്തെ എന്റെ അവസ്ഥ നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ഇപ്പൊ അവസ്ഥ മാറിയോ? മാറിയോന്ന്? അത് മാറിയില്ലല്ലോ. അപ്പോഴേ ഇയാള് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. തുളസി, നാളെ കല്യാണമായിട്ട് ഇപ്പോഴാണോ നീ വിളിച്ചു പറയുന്നത്? കേട്ടില്ലേ? നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കഴിച്ചു തുടങ്ങി. നീ ഇങ്ങനെ നടന്നു. ഞാനെന്ത് ചെയ്യാനാ? അച്ഛനമ്മയല്ലേ എന്നെ കല്യാണം കഴിപ്പിച്ച് തരേണ്ടത്. എന്തോ ഈടാ, അപ്പൊ നീ റെഡിയല്ലേ? കഴിക്കട ഇരുന്നിട്ട്. ആ ശരിയെന്നാ. നമ്മുടെ ബാങ്ക് മാനേജറുടെ ഭാര്യ ശ്യാമളയാ വിളിച്ച. അവരുടെ മോന്റെ കല്യാണം വന്നാളെ യുഎസിലുള്ള അമ്മാവന്റെ മോളുമായിട്ട്. ഓ, ചെറുക്കനുള്ള വിസയുമായിട്ട് അവര് വരുന്നത്. അതാ പെട്ടെന്നുള്ള കല്യാണം. എറണാകുളത്താ ഫംഗ്ഷൻ. നമുക്ക് നാളെ പോവാൻ പറ്റുമോ പ്രസാദേട്ടാ? അയ്യോ, നാളെ ഒന്നും ഒരു രക്ഷയില്ല ദുർഗ. ഞാൻ പ്രസാദേട്ടനോട് ചോദിച്ചിട്ട് പറയാന്നാ പറഞ്ഞ. നമുക്ക് പോവാൻ പറ്റിയില്ലെങ്കിലേ ആദ്യം അയച്ചാലോ? ഏയ്, പരിചയമില്ലാത്തവരുടെ ഫംഗ്ഷനൊന്നും ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. ഇങ്ങനെയല്ലേ ആദ്യം ഓരോരുത്തരെ പരിചയപ്പെടുന്നത്. ഇതൊരു VIP ഫംഗ്ഷൻ ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ അയക്കൂ. വേണ്ടമ്മേ പ്ലീസ്, ശരിയാവില്ലത്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. വളരെ അടുപ്പമുള്ളവരെ മാത്രമേ അവര് ക്ഷണിക്കുന്നുള്ളൂ. ഇവിടുന്ന് ആരെങ്കിലും പോയേ പറ്റൂ. അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല ദുർഗ. അവര് ക്ഷണിക്കുന്നതിന് മുമ്പ് നമ്മൾ വേറെ വല്ല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി പോയാൽ എന്ത് ചെയ്യും? മാത്രമല്ല, നാളത്തെ ഫംഗ്ഷൻ ഇന്നല്ലേ വിളിച്ചത്. അതുകൊണ്ട് എന്താ, ഓരോരുത്തരുടെ നിലയും വിലയും നോക്കി ഇടപെടണം. ആദ്യം നാളെ പോയിരിക്കും, പോയേ പറ്റൂ. ഓർഡറാണോ? അച്ഛ വിട്ടേക്ക്, ഞാൻ പോയിക്കോളാം. ഇവനെ എന്റെ മോന്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ അനുസരിക്കാതിരിക്കാൻ എന്റെ മോന് പറ്റില്ല. ആദി, നീ വരുമെന്ന് ഞാൻ അവരെ വിളിച്ച് പറയാൻ പോവാട്ടോ. എന്തായാലും നമ്മൾ കൊടുത്ത പണി ശരിക്കും ഏറ്റു. ചെറുക്കനും പെണ്ണും കൊഞ്ചിക്കുഴയുന്ന വീഡിയോ എടുത്ത് ദുർഗയ്ക്ക് കാട്ടിക്കൊടുത്തതുകൊണ്ടല്ലേ അവൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. അതെ, അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാം കലങ്ങി തെളിയാൻ പോകുന്നത്. ആത്മഹത്യാ ഭീഷണിക്കൊപ്പം ദുർഗേച്ചി ജയശീലനെ ട്രാൻസ്ഫർ ചെയ്യിക്കണമെന്ന ഡിമാൻഡ് കൂടി വെച്ചത് സൂപ്പറായി. താമസിയാതെ ആ എരണം കെട്ട കുടുംബം ഇവിടുന്ന് കെട്ടുകെട്ടുന്നത് നമുക്ക് കാണാം അപ്പച്ചി. എന്റെ സുലു, ഇതുകൊണ്ടൊക്കെ ആദിയും തുളസിയും തമ്മിലുള്ള പ്രേമം അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? രണ്ടിനും അസ്ഥിക്ക് പിടിച്ച പ്രേമമാണെങ്കിലേ മരുഭൂമി കൊണ്ടിട്ടാലും അത് മുളച്ചു വരും. ആ നാശം പിടിച്ച തുളസി ചിലപ്പോ ആദ്യം കിട്ടാൻ പഠിച്ച പണി 18 നോക്കും.
പക്ഷേ ആദിമോൻ ഒരിക്കലും അവന്റെ അമ്മയുടെ ജീവൻ വെച്ച് കളിക്കാൻ നിൽക്കില്ല. ദുർഗേച്ചി ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് ചാവാൻ നോക്കുമ്പോഴേ ആദിമോന്റെ സങ്കടം അപ്പച്ചൊന്ന് കാണണമായിരുന്നു. ആ ഓർമ്മ മനസ്സിലുള്ളിടത്തോളം കാലം അവൻ ഇനി തുളസിയുടെ മുഖത്ത് പോലും നോക്കില്ല. അപ്പോ ആദ്യം എന്നിൽ നിന്ന് അകലെ നോക്കുന്നത് ഇതുകൊണ്ടാണോ? എന്റെ അച്ഛന് ദുർഗാമ്മ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്നതിന് കാരണം ഞാനും ആദ്യം തമ്മിലുള്ള ഇഷ്ടമാണോ? എന്തായാലും നമ്മൾ രണ്ടാളും ദുർഗയോടൊപ്പം ഉള്ള കാലം വരെ അവൾക്കൊരു കോട്ടവും വരാൻ പോകുന്നില്ല. ഇതെന്താ? ഇടി പെണ്ണെ, അടക്ക എനിക്ക് 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 സന്തോഷിക്കാനുള്ള സമയം കഴിഞ്ഞു. ഇനി സംഘർഷത്തിന്റെ സമയം. എന്താ ഇത്? ACP ഓഫീസിൽ പ്രസാദ വിതരണം ചെയ്യണോ? വിഘ്നം തീരാൻ ആരാണാവോ ഗണപതിക്ക് ഉണ്ണിയപ്പം നേർന്നത്? ഇത് നേർച്ച പ്രസാദൊന്നും അല്ല ദുർഗ. ഇത് നിങ്ങളുടെ സഹോദരി ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ ദുർഗയ്ക്ക് പറ്റും. പ്രിയയോട് എനിക്ക് വെറുപ്പാണെങ്കിലും അവളുടെ പാചകത്തിന്റെ ഗുണവും മണവും എനിക്കിഷ്ടമാണ്. അതെവിടെ ചെന്നാലും ഞാൻ തിരിച്ചറിയുകയും രുചിച്ചു നോക്കുകയും ചെയ്യും. നല്ലതിന് നല്ലതെന്ന് പറയാൻ ദുർഗയ്ക്ക് ഒരു മടിയുമില്ല. അഭിനയം കണ്ടിട്ട് കളിയൊന്നും മാറ്റിപ്പിടിച്ച ലക്ഷണം ഉണ്ടല്ലോ. ഞാൻ കൊടുത്ത പണി ഏറ്റിട്ടുള്ള വരവാണോ ഇത്? ദുർഗ, നീ ശരിക്കും ആസ്വദിച്ച് കഴിക്കുന്നുണ്ടല്ലോ. ഒരെണ്ണം കൂടി എടുക്ക. നോ, അധികമായാലേ അമൃതം വിഷം. പ്രത്യേകിച്ച് ഇത്ര ലോക്കൽ മെയ്ഡ്. പക്ഷേ പ്രസാദേട്ടന് അനിയത്തി ഉണ്ടാക്കിയ ആഹാരം എത്ര കഴിച്ചാലും മതിവരില്ല എന്ന് എനിക്കറിയാം. ഇവരിനി സ്ഥലം മാറിപ്പോയാ അതൊക്കെ ഇനി എങ്ങനെ കഴിക്കുമെന്ന് നല്ല സങ്കടമുണ്ടല്ലേ? സത്യം പറഞ്ഞ പ്രസാദേട്ടന് പ്രിയയുടെ സ്നേഹവും രുചിയും ഒക്കെ നഷ്ടപ്പെടാൻ പോകുന്നതില് എനിക്കും വിഷമമുണ്ട്.
ഇനി അനിയത്തിയുടെ കൈകൊണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് തോന്നിയാ എന്റെ ഭർത്താവ് എന്നെ പറ്റിച്ച് എത്ര ദൂരെ യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ജയശീലനെ ഇവിടെ നിന്ന് എങ്ങോട്ടും പറഞ്ഞയക്കാതിരിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ജയ, ദുർഗയുടെ മനസ്സലിഞ്ഞെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ശുദ്ധത കൊണ്ടാണെന്ന് ഞാൻ പറയും. കൂടെ കിടന്നവനെ രാപ്പനെ അറിയൂ എന്ന് പറയുന്നത് പോലെ ദുർഗയെ മനസ്സിലാക്കിയവനാ ഞാൻ. ജയനെയും കുടുംബത്തെയും നാട് കടത്തുന്നതിൽ നിന്ന് ദുർഗ പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ നന്മയും കരുണയൊന്നും അല്ല, തുളസിയുടെ ബുദ്ധിയാവാനാണ് സാധ്യത. തുളസിയുടെ ബുദ്ധിയോ? അവൾക്കെങ്ങനെ ദുർഗേച്ചിയുടെ മനസ്സ് മാറ്റാൻ കഴിയും? തന്റെ മകളുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും ലക്ഷ്യബോധത്തെക്കുറിച്ചും അച്ഛനായ തനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ട്രാൻസ്ഫറിന്റെ കാര്യം അറിഞ്ഞ ഉടനെ തുളസി ഇവിടെ വന്ന് എന്നെ കുറ്റപ്പെടുത്തിയതിനൊടുവിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അഥവാ ദുർഗാമ്മയുടെ മനസ്സ് മാറുകയാണെങ്കിൽ ട്രാൻസ്ഫർ പിൻവലിക്കാൻ കഴിയില്ലേ മാമാന്ന്. അതാണിപ്പോ തുളസി ചെയ്ത് കാണിച്ചത്. എന്തോ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ തല പെരുക്കുക. ദുർഗേച്ചയെ തോൽപ്പിക്കാൻ മാത്രം എന്റെ മകള് വളർന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തുളസി മോൾ ഇനിയും വളരും ചെയ്യാം. അവള് നമ്മുടെ കുടുംബത്തിലെ നെടും തൂണായി മാറും. അപ്പോഴും അവള് ദുർഗേച്ചയും ദുർഗേച്ചി അവളെയും സ്നേഹിക്കണമെന്ന എന്റെയും പ്രിയയുടെ ആഗ്രഹം. അതൊക്കെ വിധി പോലെ വരട്ടെ എന്ന് കരുതാനല്ലേ പറ്റൂ. തുളസിയെ വെറുക്കുന്നതിൽ നിന്ന് ദുർഗയെയും ദുർഗയെ വെറുക്കുന്നതിൽ നിന്ന് തുളസിയെയും മാറ്റിയെടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അവർക്ക് തന്നെ പറ്റും. കാരണം അവര് രണ്ടുപേരും ഒരേ കല്ലിൽ കുത്തിയ രണ്ട് ശില്പങ്ങളാണ്. രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. മനസ്സും പ്രവൃത്തിയും പെരുമാറ്റവും എല്ലാം ഏറെക്കുറെ ഒന്നാ. തുളസി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ, അങ്ങോട്ട് മാറി നിൽക്ക. മോനെ, ഒന്നും വിചാരിക്കല്ലേ. ഇവക്കെ തല്ലുകൊളുത്തരം കുറച്ച് നാളായിട്ട് കൂടിയിട്ടുണ്ട്. കൂടിയിട്ടുണ്ടെങ്കിലേ പിടിച്ച് കെട്ടിയിടാൻറ്റി. കെട്ടിയിടാൻ നിന്നെ പോലെ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല തുളസി. അല്ല പിന്നെ അപകടത്തിൽ പെട്ടപ്പോ ഞാൻ ചെയ്ത സഹായം പോലും മറന്ന് ഓടിപ്പോയവൻ ഇപ്പൊ എന്തിനാ ഒളിഞ്ഞു മറിഞ്ഞു നോക്കുന്നേ? ഞാൻ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നോന്ന് അറിയാനാണോ? അയ്യടാ, നിന്നെ ആരാടി ഒളിഞ്ഞു നോക്കിയത്? ഞാൻ ആന്റിയോടൊരു കാര്യം പറയാൻ വന്നത്. അതിനു മുമ്പേ വീട്ടിൽ കടിക്കുന്ന പട്ടി ഉണ്ടോന്ന് അറിയാൻ, അതായത് നീ ഉണ്ടോന്ന് അറിയാൻ നോക്കിയതാ. നീ എന്നെ പട്ടിയാക്കി നോക്കുന്നു. മതിയാക്ക്. നീ അവനെ എന്തൊക്കെയോ പറഞ്ഞു, അവനും എന്തോ പറഞ്ഞു. ഇപ്പൊ സമാസമ. ഇനി മതിയാക്കട്ടോ. മോൻ പറ, എന്നോട് മോൻ എന്താ പറയാൻ വന്നേ? ഇവൻ എന്താ പറയാനാ? പാങ്ങാതലേ, ഇവൻ എന്തിനാ ഒളിഞ്ഞു നോക്കിയെന്ന് ചോദിച്ചപ്പോ കള്ളക്കഥ പറയാ. എന്നെ സഹായിക്കാൻ മനസ്സില്ലാത്തവൻ എന്റെ അമ്മയോട് ഒന്നും പറയാൻ വരണ്ട. നിന്നെ പേടിച്ച് ആദ്യമോ പോയത്, അല്ലെങ്കിൽ അവൻ ഇവിടെ കുറച്ചു നേരം വന്നിരിക്കുമായിരുന്നു. നീ എന്തിനാ അവനോട് ഇങ്ങനെ മയമില്ലാതെ പെരുമാറുന്നത്? അത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നം. അമ്മ അതിൽ ഇടപെടണ്ട. എനിക്ക് മനസ്സിലാവാത്തത് അവൻ പോകുമ്പോ അമ്മ എന്തിനാ പിടിച്ചു വെക്കുന്നേന്നാ. അവൻ നിങ്ങളുടെ ആരാ? അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല? എന്റെ കൂടെപ്പിറപ്പിന്റെ മകന് ആദി. അതുകൊണ്ട് അവൻ എന്നെക്കാളും പ്രിയപ്പെട്ടവനാവൂ നിങ്ങൾക്ക്? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പ്രിയപ്പെട്ടവരാ, കേട്ടോ? പ്രിയ, എന്റെ ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസലായി. തുളസിമോള് പറഞ്ഞാണോ അല്ലേ? ദുർഗേച്ചി എന്നെ വന്ന് ട്രാൻസ്ഫർ ഓർഡർ കീറിക്കളഞ്ഞു. ദുർഗേച്ചി തന്നെ വന്ന് കീറിക്കളഞ്ഞെന്നോ? ആ കാര്യം ഇവളൊന്നും പറഞ്ഞില്ലല്ലോ. ഒക്കെ ഇവളുടെ ബുദ്ധിയാണെന്നും അസാധ്യമായത് നേടിയെടുത്തെന്നൊക്കെ എന്നോട് പറഞ്ഞത്. അതെ അതെ, ഇവളെന്തോ പണി ഒപ്പിച്ചു എന്ന് തന്നെയാ പ്രസയും പറയുന്നത്.
അല്ലാതെ ദുർഗേച്ചി വന്നത് ക്യാൻസൽ ചെയ്യിക്കില്ല. നീ എന്ത് വിദ്യയാ കാണിച്ചത്? അതൊക്കെ പറയാനാണെങ്കിൽ കുറച്ചുണ്ട്, എന്നാലും പറയാം. ഞാൻ അതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ഈ വീരകഥകളൊക്കെ ഇവിടെ പറയുന്നതിന് മുൻപ് നീ ഇപ്പൊ കാണിച്ച മഹാകാര്യം ഞാൻ അച്ഛനോട് പറയട്ടെ. ജയേട്ടാ, ദേ ഇവളുടെ തോന്നിയാസം കുറച്ച് കൂടുന്നുണ്ടേ. ഇനിയെങ്കിലും ഇവളെ വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിൽ നമ്മൾ പലതും കാണേണ്ടി വരും. ഏയ്, വരച്ച വരയിൽ നിർത്താൻ മാത്രം കുഴപ്പമൊന്നും നമ്മുടെ മോളുണ്ടാക്കില്ല. അതെ, നിന്റെ കുട്ടിയെ ഓർത്ത് നീ അത്രയ്ക്കൊന്നും ടെൻഷൻ ആവണം. അടിപൊളി. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അച്ഛൻ പോലീസേ. ഈ അമ്മച്ചിക്ക് ഇതുവരെ തുളസിയുടെ വില മനസ്സിലായിട്ടില്ല. നിങ്ങൾ തന്നെ ഇവൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. അതെ, ഇന്നിവളെന്താ ചെയ്തെന്നറിയോ? ആദിത്യൻ ഇവിടെ വന്നപ്പോ തുടങ്ങി ആദിത്യ പുരാണം. ആദിത്യൻ ഇവിടെ വന്നോ? എപ്പോ? എന്തിന്? നിന്റെ രക്തം പുരണ്ട ഷർട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചതുപോലെ ആ മുടിയിലെ കാച്ചി എണ്ണയുടെ മണമുള്ള ഈ പാന്റ് ഞാൻ സൂക്ഷിച്ചു വെക്കും. നീ എന്റേതാകുന്നതുവരെ ഓർത്തിരിക്കാം. ആദി, സത്യം പറയടാ, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? അതമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ തലയെ കെട്ടാനായിട്ട്. എന്നോട് നീ കള്ളം പറയണ്ട. ഈ ഹെയർ ബാൻഡ് ഏതോ ഒരു പെണ്ണിന്റെ മുടിയിൽ കെട്ടിയതാ. ചതിച്ചോ ദൈവമേ, അമ്മ എല്ലാം അറിഞ്ഞ ലക്ഷണമാണ്. പിന്നെ ഞാൻ എന്തു പറയും? പറയടാ, എന്റെ കണ്ണിലേക്ക് നോക്കി പറ. ഇതാരുടിതാ? ആരാ നിനക്കിത് തന്നത്? ആരും തന്നൊന്നുമല്ലമ്മേ, പിന്നെ ഞാൻ ബലമായിട്ട് വലിച്ചെടുത്തതാ. ബലമായിട്ടെടുത്തതോ? ആരിൽ നിന്ന്? അത് ഞാൻ പറഞ്ഞ അമ്മ വഴക്കിനൊന്നും പോകരുത്. ഈ ഇഷ്യൂ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. നീ ആദ്യം കാര്യം പറ. ഇതാരുടേതാ? തുളസിയുടെ. എടാ, നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മേ പ്ലീസ്, ഇങ്ങനെ വയലന്റ് ആവല്ലേ. ഇതാ ഞാൻ അമ്മയോടൊന്നും പറയാത്തത്. കാര്യം എന്താന്ന് പോലും അന്വേഷിക്കാതെ ഓവറായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യും. ഇതിനപ്പുറം ഇനി എന്ത് അന്വേഷിക്കാനടാ? അവളുമായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന് നീ എനിക്ക് ഉറപ്പ് തന്നിട്ട്? ആ ഉറപ്പ് ഞാൻ ലംഘിച്ചു എന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? ഞാൻ നേരത്തെ കിട്ടിയിരുന്ന വെള്ള ഹെയർ ബാൻഡ് കണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. മുടി കെട്ടിയിരുന്നതാ, ഇപ്പൊ കാണാനില്ല. അമ്മ കണ്ടോ? ഞാനെങ്ങും കണ്ടില്ല. ബോധമില്ലാണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞു കാണും. ബോധമില്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞെന്നോ? ഒരു ഹെയർ ബാൻഡിന് വേണ്ടി ഇത്രയും വലിയ വാക്കുകളൊക്കെ പറയണോ അമ്മ മോളെ? പിന്നെ പറയാതെ, നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ അത്? അത് സൂക്ഷിച്ചില്ലെങ്കിൽ ബോധക്കേടെന്ന് തന്നെ പറയും. പറഞ്ഞോട്ടെ. ഹലോ, ദുർഗാമ്മയ്ക്ക് പഠിക്കാണോ? അവരെന്നോട് പൊട്ടുന്ന പോലെയാണല്ലോ സംസാരം. നിനക്കിപ്പം ദുർഗാമ്മയെ മാത്രമല്ലേ പേടിയുള്ളൂ. വെറുതെ അല്ല ഇങ്ങനെ ഓരോന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. ബാക്കിയുള്ളവരുടെ വാക്കുകൂടി കേൾക്കണം. അതേതാ വാക്ക്? ഒന്ന് പറ കേക്കട്ടെ. ജാഗ്രത. നിനക്ക് ഈയിടെയായിട്ടെ ഒന്നിനും ഒരു ജാഗ്രതയില്ല. ഒരിക്കലൊരു കമ്മല് കൊണ്ടുപോയി കളഞ്ഞു, പിന്നെ ഒരു ഫോൺ, ഇപ്പതെ ഹെയർ ബാൻഡ്. കമ്മല് ഫോണും എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. അതുപോലെ എന്റെ ഹെയർ ബാൻഡും തിരിച്ചു കിട്ടും. അതൊക്കെ ഒരു സത്യമുള്ള മുതലാ. സത്യമുള്ള മുതല്.
സത്യമുള്ള നിന്റെ മനസ്സ് തന്നെ അവൻ കട്ടോണ്ട് പോയിരിക്കുന്നത്. ആദ്യം അതൊരു ജീവിതമായി നിനക്ക് തിരിച്ചു തരണമെന്ന എന്റെ പ്രാർത്ഥന. നീ തുളസിയോടൊന്ന് സംസാരിച്ചതിന്റെ പേരിൽ മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് തീ കൊളുത്താൻ നോക്കുക, ജയശീലിനെ ട്രാൻസ്ഫർ ചെയ്യിച്ച് ആ കുടുംബത്തെ നാട് കടത്താൻ എന്നെ നിർബന്ധിക്കുക. ഇനി അതും പോട്ടെ, ഇന്ന് നിന്റെ അമ്മ ചെയ്തത് എന്താണെന്നറിയോ? ജയന് വന്ന ട്രാൻസ്ഫർ ഓർഡർ ഓഫീസിലെത്തി ദുർഗ കീറി എറിഞ്ഞു. എന്നിട്ട് ആ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തേക്കെന്നും പറഞ്ഞൊരു ഓർഡർ. ഭ്രാന്തെന്നല്ലാതെ ഇതിന് വേറെന്താ പറയാ? സത്യം പറഞ്ഞ സ്വന്തം നിഴലിനെ പോലും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് ദുർഗ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആ പൊട്ടി പെണ്ണുപിള്ളക്ക് ഞാൻ ഒരു പൊട്ടും കൂടി കുത്തണം. എന്റെ മുറ്റത്ത് വന്നു നിന്ന് എനിക്കെതിരെ പുലമ്പുന്നോടി. എന്താ മാഡം ഇത്? നിങ്ങളുടെ അസിസ്റ്റന്റ് നിങ്ങളെ ഒരു സംഭവമാക്കാൻ നോക്കുമ്പോ ഇങ്ങനെ ഉന്നം തെറ്റിയാലോ? ആരുടെ ഉന്നമാണ് തെറ്റാൻ പോകുന്നെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ എവിടെ നിക്ക്. വരുന്നുണ്ട് നിന്റെ നെകളിപ്പേ ഇതോടെ തീരും. അവരുടെ അഴിഞ്ഞാട്ടത്തിന് ഞാൻ നിന്നോടുത്തിട്ട് വേണ്ടേ? ആ ഭൂലൻ ദേവി വരുമ്പോ പറഞ്ഞേക്ക്, ആദിയുടെ ഭാര്യയായിട്ട് വന്നാ ഞാൻ അവരെ മൂക്കുകൊണ്ടി ഷാ വരപ്പിക്കുന്നു. ഒന്ന് പോടി അവിടുന്ന്. ആദ്യം നിന്നെ കല്യാണം കഴിക്കുമെന്നുള്ളതേ നിന്റെ സ്വപ്നം മാത്ര. സംശയമുണ്ടോ? ആ ഉണ്ട്. എങ്കിലേ ആദിയുടെ മുറി ഒന്ന് പരിശോധിച്ചു നോക്ക്. അവൻ തുളസിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നതിന്റെ തെളിവുകൾ അവിടെ കാണാം. എന്ത് തെളിവുകള്? നിങ്ങൾ ആദ്യം കൊച്ചമ്മയും കൂട്ടി അവന്റെ മുറി പോയി പരിശോധിക്കേ. അപ്പോഴറിയാം എന്റേതായിട്ട് എന്തൊക്കെ ആദ്യം അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അതെ, അപ്പൊ ഓക്കെ. എന്റെ ഈശ്വര, എവിടെ അവള്? ആ മൂദേവി എവിടെ? എടി എവിടെയെന്ന്? നിങ്ങളുടെ ഒരു കളിയും ഇനി തുളസിയുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. അയ്യോ, ഇത് ഞാൻ പറഞ്ഞില്ല, ആ കുട്ടി പിശാച് പറഞ്ഞിട്ട് പോയതാ. അവള് വേറെ എന്തൊക്കെ പറഞ്ഞടി? അത് പിന്നെ അവളിവിടെ മരുമകളായിട്ട് വന്നാലേ അമ്മായി എമ്മയെ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിക്കുമെന്ന് പറഞ്ഞു. ആ ശവത്തിന്റെ മോഹം. അവള് പിന്നെന്ത് പറഞ്ഞു? പിന്നെ ആദിക്ക് അവളോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്നും അവന്റെ മുറിയിൽ അതിന്റെ തെളിവുകളുണ്ടെന്നും പറഞ്ഞു. ഇല്ല, ഇതും അവളുടെ നമ്പറാ.